മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ കുടുക്കിയത് മുൻ DGP ആർ ശ്രീലേഖയുടെ പോലീസ് ബുദ്ധി. സ്വന്തം വസതിയിൽ ഭർത്താവായിട്ടുള്ള ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കണ്ടുവെന്ന ഭാര്യ ബിന്ദു മേനോന്റെ പരാതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങളും ചില വാർത്തകളുമൊക്കെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിച്ചു ബിന്ദു മേനോൻ. തനിക്ക് തലയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. തൻ്റെ ഭർത്താവിനെ കിടപ്പറയിൽ മറ്റൊരു സ്ത്രീക്കൊപ്പം കണ്ടത് തന്നെ ഞെട്ടിച്ചു. ഈ അവിഹിത ദൃശ്യങ്ങൾ താൻ മൊബൈലിൽ പകർത്തി. ആ മൊബൈലിൽ പകർത്തിയതിന് പിന്നാലെ ഗണേഷ് കുമാറിൻ്റെ സ്റ്റാഫുകൾ, ഗണേഷ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ഡ്രൈവറും അടക്കം തന്നെ പിടിച്ചു വച്ചു, തൻ്റെ മൊബൈൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചു, തന്നെ മർദ്ദിച്ചു. അതിനിടയിൽ തനിക്ക് തോന്നിയ ബുദ്ധിയാണ് ഭർത്താവിൻ്റെ ബന്ധു കൂടിയായ മുൻ DGP ആർ ശ്രീലേഖയെ വിളിക്കാൻ തോന്നിയത്. ആർ ശ്രീലേഖയോട് താൻ ഈ കാര്യങ്ങൾ ഒന്നും പള്ളിപ്പുള്ളി തെറ്റാതെ വ്യക്തമായി തന്നെ പറഞ്ഞു. ആർ ശ്രീലേഖ ഇതെല്ലാം സശ്രദ്ധം കേട്ട ശേഷം പറഞ്ഞത് 112-ൽ വിളിക്കൂ എന്നാണ്, 112-ൽ വിളിക്കൂ എന്നായിരുന്നു. എന്തിനാണ് ആർ ശ്രീലേഖ 112-ൽ വിളിക്കാൻ പറഞ്ഞത്? സത്യത്തിൽ ഒരു അഭിഭാഷകനോടാണ് സംസാരിച്ചതെങ്കിൽ ആ അഭിഭാഷകൻ പറയും, പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കൂ, അടുത്തുള്ള നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കൂ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം കോടതിയിൽ ഒരു പരാതി കൊടുക്കാം. ഇതൊക്കെ ആയിരിക്കാം സാധാരണ ഒരു അഭിഭാഷകൻ പറയുന്നത്. എന്നാൽ പതിറ്റാണ്ടുകളുടെ അനുഭവ പാരമ്പര്യമുള്ള കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആയ, കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയായ ആർ ശ്രീലേഖ പറഞ്ഞത് 112-ൽ വിളിക്കാനാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? 112-ൽ വരുന്ന എല്ലാ കോളുകളും റെക്കോർഡഡ് ആണ്. അത് വർഷങ്ങളായി അവിടെ തന്നെ കിടക്കും. സ്റ്റേറ്റ് ലെവലിൽ 112-ൽ വരുന്ന എല്ലാ കോളുകൾക്കും കൃത്യമായ മറുപടി നൽകിയേ തീരൂ. 112-ൽ ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ ആ വാർത്ത അല്ലെങ്കിൽ ആ പരാതി ഒരിടത്തോ രണ്ടിടത്തോ അല്ല, പലയിടങ്ങളിൽ എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ ആ പരാതിക്ക് കൃത്യമായ പരിഹാരം ഉണ്ടായേ തീരൂ. അതുകൊണ്ടാണ് ഈ 112-ൽ വിളിച്ചതിന് പിന്നാലെ പോലീസ് സംഘം കെ.ബി. ഗണേഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. എന്നിട്ട് അവർ എന്തു ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ആ ഒരു സംഭവമാണ് ഈ ഗണേഷ് കുമാറിനെതിരെയുള്ള അവിഹിത കഥ പുറം ലോകം അറിയാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നുള്ളത് ഇവിടെ പ്രസക്തമാണ്. ഇതാണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. പതിറ്റാണ്ടുകളുടെ ആർ ശ്രീലേഖയുടെ പോലീസ് അനുഭവ പരിചയമാണ് ഇത്തരമൊരു ഊരാക്കുടുക്കിലേക്ക് കെ.ബി. ഗണേഷ് കുമാർ തള്ളിയിട്ടത്. കെ.ബി. ഗണേഷ് കുമാറിൻ്റെ സദാചാരത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ അവിഹിതത്തെക്കുറിച്ചോ നമ്മൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെയും സ്വകാര്യ കാര്യങ്ങൾ, അവരുടെ കുടുംബ കാര്യങ്ങൾ. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഒരു സമൂഹത്തിന് മുഴുവൻ മാതൃകയാകേണ്ട ഒരു വ്യക്തി സ്വന്തം ഭാര്യ തന്നെ പറയുന്നു അവിഹിത ബന്ധത്തിലേർപ്പെട്ടുവെന്നും മോശത്തെക്കാൾ മോശമായ സാഹചര്യത്തിൽ കണ്ടുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കേണ്ടത്, ജനങ്ങളുടെ തിരിച്ചറിവിലേക്ക് എത്തിക്കേണ്ടത് ആ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യമായി വരികയാണ്. ഇവിടെ ആർ ശ്രീലേഖയെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം പുറം ലോകം അറിഞ്ഞത് എന്നുള്ളത് ഉറപ്പാണ്. അല്ലാതെ പത്തനാപുരത്തെയോ കൊട്ടാരക്കരയിലെയോ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാണ് ബിന്ദു മേനോൻ പരാതി പറഞ്ഞതെങ്കിൽ ആ പരാതി അവിടെ മുങ്ങിപ്പോകുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ 112-ൽ വിളിച്ച് പോലീസിനോട് പരാതിപ്പെട്ട് കൺട്രോൾ റൂമിൽ അറിയിച്ച് അവിടെ നിന്ന് പോലീസ് വന്നിട്ടും എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതല്ലേ ചോദ്യം ചിഹ്നം. അവിടെ പോലീസ് ഒന്നും ചെയ്യാതെ കൈയും കെട്ടി മാറി നോക്കി നിൽക്കുകയായിരുന്നു എന്ന് ഈ ബിന്ദു മേനോൻ തന്നെ പറയുകയല്ലേ. ഗണേഷ് കുമാറിൻ്റെ ജോലിക്കാർ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും സഹപ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ ബിന്ദു മേനോനെ മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴും പോലീസ് യാതൊരുവിധ പ്രതികരണവുമില്ലാതെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാണല്ലോ ബിന്ദു മേനോന്റെ പരാതി. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വിളിച്ച് ഇതേക്കുറിച്ചൊരു പരാതി പറഞ്ഞിരുന്നുവെങ്കിൽ ആ പരാതി ഒരിടത്തും രജിസ്റ്റർ ചെയ്യപ്പെടുക പോലും ഉണ്ടായിരുന്നില്ല. ആ പരാതി ആവിയായി പോയേനെ. ആ പരാതിയെക്കുറിച്ച് പിന്നീട് ആർക്കും ഒരു കേൾവി പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെയാണ് ഇതിന് ഏറ്റവും കൃത്യമായ മാർഗം, അല്ലെങ്കിൽ ഇതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം 112 എന്ന കൺട്രോൾ റൂമിലേക്കുള്ള, അല്ലെങ്കിൽ അത്യാവശ്യമായി ഒരു പൗരന് വിളിക്കേണ്ട ആ നമ്പറിലേക്ക് വിളിച്ചൊരു പരാതി പറയാൻ ബിന്ദു മേനോന് ഉപദേശം കൊടുക്കാൻ ആർ ശ്രീലേഖയ്ക്ക് തോന്നിയത്.
ആർ ശ്രീലേഖയുടെ അനുഭവ പരിചയം തന്നെയാണ്. ശ്രീലേഖ എന്ന രാഷ്ട്രീയക്കാരിക്കപ്പുറം ശ്രീലേഖ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ പതിറ്റാണ്ടുകൾ നീണ്ട അനുഭവ പരിചയത്തിലൂടെ അവർ ആർജിച്ചെടുത്ത ആ ഒരു കരുത്താണ് ഇത്തരത്തിലൊരു ഉപദേശം കൊടുക്കാൻ തയ്യാറായതിന് പിന്നിൽ, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ. അത് മന്ത്രി KB ഗണേഷ് കുമാറിനെ വാരിക്കുഴിയിലേക്ക് വീഴ്ത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഗണേഷ് കുമാറിനെതിരെ വലിയ ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് KB ഗണേഷ് കുമാറിന് ഇനി ഒരു നിമിഷം തുടരാൻ അർഹതയില്ലെന്നും ഒരിക്കൽ ഉമ്മൻചാണ്ടി ചെവിക്ക് പിടിച്ച് പുറത്താക്കിയ KB ഗണേഷ് കുമാറിനെ ഇപ്പോൾ ചുമക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് ഇത് നാണക്കേടാകുമെന്നും പ്രതിപക്ഷം തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഭാര്യയെ തല്ലിയതിന്റെ പേരിൽ ഒരു അവിഹിത കഥ ഒരു മന്ത്രിക്കുണ്ട് എന്ന് സ്വന്തം ഭാര്യ പറഞ്ഞ സാഹചര്യത്തിൽ KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ CPM-നെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു തീരാ തലവേദനയായി മാറിയിരിക്കുകയാണ് KB ഗണേഷ് കുമാറിന്റെ ഈ അവിഹിത കഥ.